26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ്, പവന് 200 രൂപ കുറഞ്ഞു. അമേരിക്കൻ വിപണിയിൽ പണപ്പെരുപ്പ ഭീഷണിയില്ല എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആഗോളതലത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രകടമാണ്. ആഭരണ പ്രേമികൾക്കും ഇതുതന്നെയാണ് നല്ല സമയം. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ കുറവാണ് രേഖപ്പെടുത്തിയത്. 22 ക്യാരറ്റ് പവന് 200 രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണിയിൽ പണപ്പെരുപ്പ ഭീഷണിയില്ല എന്ന റിപ്പോർട്ടുകൾ വന്നതോടുകൂടി ആഗോളതലത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രകടമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ സ്വർണ്ണവില കൂടുകയായിരുന്നു. എന്നാൽ ഇന്ന് നേരെ കുറയുന്ന കാഴ്ചയാണ്. ആഗോള സ്വർണ്ണവില ഔൺസിന് 4050 താഴെ ഏറിയും കുറഞ്ഞും മുന്നോട്ടു പോവുകയാണ്. ക്രൂഡ് ഓയിൽ വില കുതിക്കുമെന്ന ആശങ്ക വിപണി വിട്ടുകഴിഞ്ഞു. ഇറാനിലും റഷ്യയിലും ഒക്കെ സംഘർഷം രൂക്ഷമാണെങ്കിലും $85 ബാരൽ വില ഉയരാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോളർ സൂചികയിൽ വലിയ മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്ന് സംസ്ഥാനത്ത് 22 ക്യാരറ്റ് 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 1,50,80 രൂപ നൽകണം. ഗ്രാമിന് 13,135 രൂപയാണ് നൽകേണ്ടത്. അതേസമയം 18 ക്യാരറ്റ് ഗ്രാമിന് 10,790 രൂപയും പവന് 86,320 രൂപയുമാണ് വില. വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ആഭരണം വാങ്ങുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വിവാഹാവശ്യത്തിന് പലരും പഴയ സ്വർണം മാറ്റി വാങ്ങുന്നതാണ് ചെയ്യുന്നത്. സാധാരണ ഉപയോഗത്തിന് വേണ്ടി ആഭരണം ഉയർന്ന അളവിൽ വാങ്ങുന്നില്ല. ഗ്രാം കണക്കിനാണ് ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നത്. 1 മുതൽ 4 ഗ്രാം കണക്കിൽ കനം കുറഞ്ഞ ആഭരണങ്ങൾക്ക് പ്രിയവും ഏറിയിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ വലിയ തുക ചിലവഴിക്കേണ്ടി വന്നു എന്ന ആശങ്കയില്ല. കുറഞ്ഞ പൊന്നിൽ വ്യത്യസ്ത ആഭരണങ്ങൾ ജ്വല്ലറികൾ തന്നെ ഒരുക്കുന്നുമുണ്ട്. നേരത്തെ 2-3 പവൻ വാങ്ങിയിരുന്നവർ ഗ്രാം കണക്കിലേക്ക് ആഭരണം വാങ്ങുന്ന രീതി മാറ്റിയതോടെ വിപണി സജീവമാകാനുള്ള സാധ്യതയുമുണ്ട്. സ്വർണത്തിന്റെ പുനരുപയോഗം വർദ്ധിപ്പിക്കാൻ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നതിലും ജ്വല്ലറികൾ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വർണം ഇറക്കുമതി കുറയ്ക്കാനാണിത്. ഇന്ന് 1 പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 1.15 ലക്ഷത്തിൽ താഴെയുള്ള തുക ചിലവ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. പ്രവാസികൾക്ക് ദുബായിൽ നിന്ന് ആഭരണം വാങ്ങുന്നത് ലാഭകരമായിരിക്കും. കേരളത്തിലേക്കാൾ വില കുറവാണ് UAE-യിൽ. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഏകദേശം വിപണി വിലയോട് ചേർന്ന തുക കയ്യിൽ കിട്ടും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.